നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ഷോ. BBC പോലും ഇതിനെ അവഗണിക്കാൻ സാധിക്കാത്ത അവസ്ഥയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് BBC എവിടേക്കാണ് BBC പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് BBC പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. BBC റിപ്പോർട്ടർ അദ്ദേഹം ഒരു അഭയാർത്ഥി എന്നുള്ള വ്യാജേന ഒരു സംഘടനയുടെ, അതായത് ഒരു സംഘടന എന്തിനാണ് നിലനിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലണ്ടനിലാണ്, നിങ്ങൾ വിസ കാലാവധി കഴിയാറായി, അവിടെ പഠിക്കാൻ വേണ്ടി പോയോ അല്ലെങ്കിൽ ബോട്ടിൽ പോയോ, എന്തെങ്കിലും കാരണം കൊണ്ട് ലണ്ടനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തുടരാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി തരികയാണ് ഈ സംഘടന. ഒരു മനുഷ്യാവകാശ സംഘടന എന്നൊക്കെ പറയുന്നു, പക്ഷെ പണം പിരിക്കലാണ് പറയുന്നത് മെയിൻ പരിപാടി. അവർ പറയുകയാണ്, നിങ്ങൾക്ക് ഒരേ ഒരു വഴിയുണ്ട് ഈ ലണ്ടനിൽ നിൽക്കണമെങ്കിൽ. ആ വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഗേ ആയിട്ട് അഭിനയിക്കുക. LGBT ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഗേക്കോ അല്ലെങ്കിൽ LGBTക്കോ എതിരൊന്നുമല്ല. ഓരോരുത്തരുടെ ചോയ്സാണ്, അവരുടെ പ്രിഫറൻസ്. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. ഈ സംഘടന പറയുകയാണ്, ഒരു ഒളിക്യാമറ വെച്ച് ഈ റിപ്പോർട്ടർ ചെന്നപ്പോൾ ആ റിപ്പോർട്ടറോട് ഒരു യുവതി, ബംഗ്ലാദേശിയാണെന്ന് തോന്നുന്നു, ആ യുവതി ഹിന്ദിയിൽ പറയുകയാണ്, ഞങ്ങൾക്കൊരു ഒരു വഴിയുണ്ട്, നിങ്ങൾക്ക് അസൈലം ഗ്രാൻഡ് ചെയ്യാനാണ്, നിങ്ങൾ ഒരു ഗേ ആണെന്ന് പറയുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഗേ ആണെങ്കിൽ പരിശോധന ഉണ്ടാവില്ല? പരിശോധന ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളൊരു കത്ത് തരും, നിങ്ങൾ ഗേ ആന്ന് പറഞ്ഞുകൊണ്ട്. ഒന്ന് രണ്ട് വ്യക്തികൾ വന്ന് പറയും, നിങ്ങളുമായി ശാരീരിക ബന്ധമുണ്ടായി എന്ന് പറയും. കുറെ ഫോട്ടോസ് എടുക്കും, നിങ്ങൾ വേറെ യുവാക്കളുമായുള്ളത്. ആ ഫോട്ടോസിന്റെ ആധാരത്തിൽ നിങ്ങൾക്ക് ലണ്ടനിൽ സ്ഥിരമായി താമസിക്കാനുള്ള പെർമിഷൻ ഞങ്ങൾ വാങ്ങിച്ചു വരും. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടില്ല. കാരണം നമ്മളൊക്കെ ഇത് ഇന്നും കാണുന്ന, വർഷങ്ങളായിട്ട് അമേരിക്കയിലും ഞാൻ കാനഡയിലും ഒക്കെ ഇതിനെപ്പറ്റിയൊക്കെ അറിവുള്ള ഒരു വ്യക്തിയാണ്. ഇതിന് മുമ്പത്തെ സ്കാം എന്ന് പറയുന്നത്, ബോട്ട് ചാടി വരുന്ന 40 വയസ്സുള്ള യുവാവ് പറയുകയാണ്, എനിക്ക് 16 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് കടന്നു വന്ന് പോലീസ് പിടിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഏജ് എന്ന് പറയുമ്പോൾ എനിക്ക് 16 വയസ്സ്. ആ പോലീസുകാരന് വേറെ നിവൃത്തിയില്ല. 16 വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വരെ കുഞ്ചിരുത്തി ഇടിക്കലല്ല അവിടെ പണി. അവനെ പിടിച്ചുകൊണ്ട് പോയി അവൻ്റെ പല്ലിൻ്റെ അങ്ങനെയൊക്കെ ഒരു പരിശോധനയുണ്ട്. പല്ലിൻ്റെ അളവെടുക്കുവോ, പല്ലിൻ്റെ ആ ചികിത്സയുടെ പേര് നിൽക്കുന്നത് പറഞ്ഞെനിക്ക് ഉപകാരമായിരിക്കും. അങ്ങനെയൊക്കെ നടത്തിയാലേ പ്രായം കണ്ടുപിടിക്കാൻ പറ്റൂ. അതുവരെ അവനെ നേരെ കൊണ്ടുപോവുക, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുക, നല്ല കുശാലായിട്ടുള്ള ഭക്ഷണം. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, പിന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ എന്നും ഈ ചാനൽ വന്ന് ഇരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതായത് കാലാവധി കഴിയുന്ന വിസ കുടിയേറ്റക്കാർക്ക് വ്യാജമായ തെളിവുകളും വ്യാജമായ കഥകളും ഫോട്ടോസും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കുന്ന ഒരു നെറ്റ്വർക്ക്. അത് ശമ്പളം എന്ന് പറഞ്ഞാൽ അവർ പറയുകയാണ് 7000 പൗണ്ടാണ് ശമ്പളം. അവർ പറയുന്നു, തിരിച്ചു പോയി കഴിഞ്ഞ് ഞാനൊരു ഗേ ആണ്, സ്വർഗ അനുരാഗിയാണ്, തിരിച്ച് പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ പോയി കഴിഞ്ഞാൽ എന്നെ കൊല്ലും എന്നുള്ള വ്യാജ ലെറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക. നിന്ന ശേഷം ഒരു 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യനെ ലെസ്ബിയൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുട്ടികളെ കൊണ്ടുവരാം, കുട്ടികൾ ഞങ്ങൾ ലെസ്ബിയനും ഞാനും ഗേ ആകുന്നതിന് മുമ്പ് ഉണ്ടായ കുട്ടികളാണെന്ന് പറഞ്ഞ് അതും കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീടും സൗകര്യങ്ങളൊക്കെ കൊടുക്കും. ഞാനിപ്പം എന്താണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായി, ഞാൻ കണ്ടുപിടിച്ച വാർത്തയൊന്നുമല്ല. ഇത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ഇത് BBC ഒളിക്യാമറയാണ്. അതായത് എവിടെയൊക്കെയാണ് ഈ പശ്ചാത്തല രാജ്യങ്ങൾ പോക്ക് എന്ന് പറയുന്നത്. ഈ ലണ്ടൻ ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്യൻ്റെ മനുഷ്യാവകാശ നിയമങ്ങൾ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന LGBTQ അവർക്ക് അഭയം കൊടുത്തേ പറ്റൂ. അത് നിർബന്ധമാണ്, യൂറോപ്യൻ യൂണിയൻ്റെ നിർബന്ധമാണ്. ഇപ്പം ഞാൻ അവിടെ ഒന്ന് പറയുകയാണ്, ഞാൻ ഗേ എന്ന് പറഞ്ഞാൽ എന്നെ അവർക്ക് അവഗണിക്കാതിരിക്കാൻ സാധിക്കില്ല. അതായത് ഇപ്പം ഒരു വിദേശ കുറ്റവാളി പുരുതൻ അവിടെ വന്ന് ഒരു കുറ്റം ചെയ്തു, അവനെ പോലും നാട് കടത്താൻ സാധിക്കില്ല. അവനെ കുറ്റവാളിയാണ്, അത് നാട് കടത്താൻ വിധിക്കപ്പെട്ടാൽ. ഇപ്പം നാളെ ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, വിജയ് മല്യ, പിന്നെ ലളിത് മോഡി, പിന്നെ വേറൊരു നീരവ് മോഡി. ഇവരൊക്കെ നാളെ ഇന്ത്യയിലേക്കുള്ള മറ്റേ നാടുകടത്തൽ അല്ല കുറ്റവാളികളെ കൈമാറൽ രേഖ പ്രകാരം വിജയമാലിയനെയൊക്കെ നാട് കടത്താൻ അനുമതി കൊടുത്ത വിജയമാലി പറയും, ഞാൻ ഗേ ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും അവിടെ പിടിച്ചു വെച്ചേ പറ്റൂ. എന്തൊരു കഥയാണിത്. ഈ സായിപ്പാൻ എവിടേക്കാണ് ഈ പോകുന്നത്? മനുഷ്യാവകാശം എന്ന് പറയുന്നത്, ഇത് മനുഷ്യാവകാശം കൊണ്ട് ഇവന്മാര് മുടിഞ്ഞ് ഇല്ലാതായിപ്പോവും. ആരോടാ നിങ്ങൾ ഈ കളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശികളും ഈ പറഞ്ഞ ലണ്ടൻ പിടിച്ച്, അതായത് ഒരു 2 വർഷം ഗേ ആണെന്ന് പറഞ്ഞു വ്യാജ കത്തൊക്കെ ഉണ്ടാക്കി അവിടെ നിന്നുള്ള അസൈലം വാങ്ങിച്ച്, അസൈലത്തിന്റെ കൂടെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് അസൈലം ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോലി എടുക്കാൻ പറ്റാവുന്ന സാഹചര്യം അല്ലെങ്കിൽ, ഇപ്പം ഞാൻ
ഞാൻ പറയുകയാണ്, ഞാനൊരു ഗേ ആണ്, അവിടെ ആളുകൾ എന്നെ കളിയാക്കും അല്ലെങ്കിൽ കൂവും എന്ന് പറയുമ്പോൾ സർക്കാർ പറയും നീ അങ്ങനെയാണെങ്കിൽ നിനക്ക് എല്ലാവിധ പാലും പഴവും വാങ്ങാനുള്ള പൈസയൊക്കെ തരും, അതും തരും. എന്താ ഞാൻ പറയാ, ദൈവം ഈ ന്യൂസ് കേട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, എൻ്റെ വിലയേറിയ പ്രേക്ഷകർ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പരിപാടികൾക്കൊന്നും പോകരുത്. കാരണം ദയവ് ചെയ്ത് നിങ്ങൾ ഇതുപോലുള്ള ഇതൊരു തരീക്കയാണ്, ഇതൊരു വഴിയാണല്ലോ എന്ന് കരുതിക്കൊണ്ട് അസൈലം ശ്രമിക്കരുത്. തീർച്ചയായിട്ടും ഇത് ഫ്രോഡാണ്. അതിന് പുറകെ സർക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് വർഷങ്ങളെ നടക്കുന്ന ഒരു കാര്യമാണ്. BBC ഇത് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ആയിപ്പോൾ എന്തൊക്കെയായാലും എന്തൊക്കെ വഴിയിൽ കൂടിയാണ് ഈ ഫ്രോഡുകളെല്ലാം കണ്ടത്. ഇനി ഞാൻ അറിയാത്ത ഈ പറയുന്ന ഒരുപാട് വഴികളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുക. എന്താ ഇവർക്ക് ചെയ്യുക, എവിടെ ചെന്ന് അവസാനിക്കും ഈ സായിപ്പ്മാർ? ഇവന്മാർക്ക് എന്നാണ് ബുദ്ധി വെക്കുക? അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവന്മാർക്ക് എന്ന് നേരം വെളുക്കും.